ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണോ? എങ്ങനെയായിരിക്കും കൺസ്യൂമേഴ്സ് അത് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു കിടിലൻ മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനെ ബാസ് ഡിഫ്യൂഷൻ മോഡൽ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതൊരു സിനിമയാണെങ്കിലും ഒരു ടെക്നോളജി പ്രൊഡക്റ്റ് ആണെങ്കിലും ഇനി ഒരു മൊബൈൽ ഫോണിൻ്റെ പുതിയ ബ്രാൻഡാണെങ്കിലും ഒക്കെ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇറങ്ങുന്നതിനെക്കുറിച്ച് വെറുതെ ചിന്തിക്കാം. എങ്ങനെയായിരിക്കും ആക്ച്വലി ആളുകൾ ഇതിനെ ഏറ്റെടുക്കുന്നത്? രണ്ട് തരത്തിലായിരിക്കും പ്രധാനമായിട്ടും ആളുകളുള്ളത്. ഒന്ന്, ഏർലി അഡോപ്റ്റേഴ്സ് അഥവാ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. അതായത് പുതിയ ഒരു ടെക്നോളജി ഫോൺ വരുന്നു, ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നു പുതിയ ടെക്നോളജി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചാടിക്കേറി അത് മേടിക്കുന്ന കുറേ ആളുകളുണ്ടാവും. ഇവരെയാണ് ഏർലി അഡോപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്നോവേറ്റേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന വിഭാഗം. അവർ ശരിക്കും പറഞ്ഞാൽ ടെക്കീസ് ആയിരിക്കും, സ്ഥിരമായി ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അത്തരത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവർ ആദ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കും. സിനിമയും ഏകദേശം അതുപോലെ തന്നെയാണ്. ഏത് സിനിമ ഇറങ്ങിയാലും അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഫോമാറ്റിലുള്ള ഒരു സിനിമയൊക്കെ ഇറങ്ങിയാലും ആദ്യം ചാടിക്കേറി കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും. അൾട്ടിമേറ്റ്ലി ഇവരുടെ അഭിപ്രായത്തിൽ നിന്ന്, ഇവരുടെ റിവ്യൂസിൽ നിന്ന്, ഇവരുടെ വേർഡ് ഓഫ് മൗത്തിൽ നിന്നൊക്കെ ആയിരിക്കും അടുത്ത കാറ്റഗറി ഓഫ് ആളുകൾ അത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. അവരെയാണ് ഇമിറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, ഈ നെവേഴ്സിനെ പിന്നെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് തരത്തിലാണ് ആളുകൾ ഒരു പ്രൊഡക്റ്റിനെ ഏറ്റെടുക്കുന്നത്: ഏർലി അഡോപ്റ്റേഴ്സ് അഥവാ ഇന്നോവേറ്റേഴ്സ്, പിന്നീട് വരുന്ന ഇമിറ്റേറ്റേഴ്സ്. പക്ഷേ ഏറ്റവും ആദ്യം വരുന്ന ഈ ഏർലി അഡോപ്റ്റേഴ്സ് അഥവാ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗം വളരെ പ്രസക്തമാണ്. കാരണം ഇവരുടെ റിവ്യൂവിനനുസരിച്ചും ഇവരുടെ വേർഡ് ഓഫ് മൗത്തിനനുസരിച്ചുമൊക്കെയാണ് പിന്നീട് വരുന്ന ഇമിറ്റേറ്റേഴ്സ് ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഇമിറ്റേറ്റേഴ്സിലും പല വിഭാഗമുണ്ട്. ആദ്യം തന്നെ ചാടിക്കേറി ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ വീണ്ടും വീണ്ടും ഇത് നല്ല റിവ്യൂസ് വരുന്നു, നല്ല വേർഡ് ഓഫ് മൗത്ത് കാണുന്നു എന്ന് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇമിറ്റേറ്റേഴ്സ് ഉണ്ട്, അവർ വന്നു തുടങ്ങും. വളരെ തീരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ സിനിമയൊക്കെ ആണെങ്കിൽ ഫാമിലീസൊക്കെ ഉണ്ട്, വർഷത്തിൽ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു സിനിമയൊക്കെ കാണുന്ന ആളുകളുണ്ട്. അവരൊക്കെ അത്രയും വലിയ ഹിറ്റാണ് ഇത് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ആ സിനിമ കാണാൻ പോവുള്ളൂ എന്നുള്ള രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ ഇമിറ്റേറ്റേഴ്സിൽ തന്നെ ഏറ്റവും ലാഗിങ് ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അങ്ങനെ പലതരത്തിൽ ഇമിറ്റേറ്റേഴ്സിനെയും തരംതിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊരു ഫോർമുലയുണ്ട് എന്നുള്ളതാണ് രസം. അതായത് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്, ഈ ബാസ് ഡിഫ്യൂഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു വർഷത്തേക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധ്യതയുള്ള കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം വേണമെങ്കിൽ നമുക്ക് ഗണിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് പലപ്പോഴും പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എത്ര കൺസ്യൂമേഴ്സ് അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഈ ബാസ് ഡിഫ്യൂഷൻ മോഡലിൽ സാധാരണ 2 കീ പാരാമീറ്റേഴ്സാണ് ഈ അഡോപ്ഷൻ പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് പി ആണ്. അത് കോഎഫിഷ്യൻ്റ് ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനെ കാണിക്കുന്ന, അതായത് ഒരു അഡ്വർടൈസ്മെൻ്റ് ആവാം, ചിലപ്പം ഒരു റേറ്റ് ഓഫ് അഡോപ്ഷൻ ആവാം. ഇതാണ് ശരിക്കും കാണിക്കുന്നത് ഈ പി കൊണ്ട്. അതായത് പി ഹയർ വാല്യൂ ആണെങ്കിൽ മാർക്കറ്റിംഗ് എഫേർട്സിന് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ വരുന്നു, അതിന് ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ മാർക്കറ്റിങ്ങിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ പിയുടെ വാല്യൂ ഹയർ ആയിരിക്കും. ഇനി ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഇമിറ്റേഷനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻറ്റേർണൽ ഇൻഫ്ലുവൻസ് ആണ്. വേർഡ് ഓഫ് മൗത്തിലൂടെ ഉണ്ടാവുന്ന, റിവ്യൂസിലൂടെയൊക്കെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ കാണിക്കുന്ന കോഎഫിഷ്യൻ്റ് ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇമിറ്റേഷൻ. അതാണ് ക്യൂ. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ ബാസ് ഡിഫ്യൂഷൻ മോഡലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പി ടി എന്ന് പറയുന്നത് ഒരു ക്യൂമുലേറ്റീവ് നമ്പർ ഓഫ് അഡോപ്റ്റേഴ്സ് അറ്റ് ടൈം ടി എന്നുള്ളതാണ്. അതുപോലെ എം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ മാർക്കറ്റ് സൈസാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് ചുമ്മാ ഒരു ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂസ് കൊടുക്കുകയെന്ന് വിചാരിക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ കേസ് തന്നെയാണെന്ന് വിചാരിക്കുക. സ്മാർട്ട് ഫോണിൻ്റെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് 10,000 പൊട്ടൻഷ്യൽ ബയേഴ്സ് ആണ് എന്ന് വിചാരിക്കുക. അതായത് എം എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 പൊട്ടൻഷ്യൽ ബയേഴ്സ് ആണ്. ഇനീഷ്യൽ നമ്പർ ഓഫ് അഡോപ്റ്റേഴ്സ് P0 എന്ന് പറയുന്നത് 100 ഇന്നോവേറ്റേഴ്സ് ആണ്. 100 പേരാണ്. ഈ 10,000 ആൾക്കാരിൽ 100 പേരാണ് ഏർലി അഡോപ്റ്റേഴ്സ് അഥവാ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് 0.03 ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ഈ അഡ്വർടൈസ്മെൻറ്റ് എഫർട്ടുകൾക്ക്. 0.03 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇന്നോവേഷൻ എന്ന് കരുതുക. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഇമിറ്റേഷൻ Q എന്ന് പറയുന്നത് 0.2 ആണെന്ന് വിചാരിച്ചോളൂ.
അഡ്വർടൈസിങ് ഇമ്പാക്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ പോലും ആദ്യം കണ്ടപ്പോൾ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ടാവുള്ളൂ, പിന്നെ പതിയെ പതിയെ ഈ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് കയറി വരുന്ന സംഭവം ഉണ്ടല്ലോ എന്ന് പറയണ പോലെ കോഎഫിഷ്യൻ ഓഫ് ഇമിറ്റേഷൻ 0.2 ഉണ്ടെന്ന് വിചാരിക്കുക. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള വേർഡ് ഓഫ് മൗത്ത് ഇൻഫ്ലുവൻസ് ആണ്. അങ്ങനെ ഈ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 6 മന്ത്സിലേക്ക്, അതായത് ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 6 മന്ത്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ P6 എന്ന് പറയുന്നത് P6, അതായത് 6 മന്ത്സിലേക്കുള്ള ഈ അഡോപ്റ്റേഴ്സ് എത്രയായിരിക്കും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഏകദേശം അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 6 മാസത്തിൽ ഏകദേശം 320, അതായത് 0.032 ഇൻറ്റു 10,000 320 ക്യൂമുലേറ്റീവ് അഡോപ്റ്റേഴ്സിനെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അതായത് ഈ ഒരു രീതിയിലാണ് ഇമ്പാക്റ്റ് എങ്കിൽ കോഎഫിഷ്യൻ ഓഫ് ഇന്നോവേഷനും കോഎഫിഷ്യൻ ഓഫ് ഇമിറ്റേഷനും ഇതിൽ വളരെ പ്രധാനമാണ്. എത്രമാത്രം ഇമ്പാക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കുന്നു, എത്രമാത്രം വേർഡ് ഓഫ് മൗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാവാൻ പോകുന്നത് 320 കസ്റ്റമേഴ്സാണ് 6 മാസം കൊണ്ട്. ഇനിയിപ്പോൾ 12 മാസം കൊണ്ടോ? 12 മാസം കൊണ്ടാണെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഏകദേശം ഇങ്ങനെയാണ് വരിക. അതുപയോഗിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 12 മാസം കഴിയുമ്പോൾ 364 അഡോപ്റ്റേഴ്സേ ഉണ്ടാവുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ടോട്ടലി നോക്കുവാണെങ്കിൽ കുറച്ച് കുറവാണ്. ഈ ഹൈപ്പ് കുറവാണ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് കുറവാണ്. അപ്പോൾ ഇത് കൂട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ്, അതായത് കോഎഫിഷ്യൻറ്റ് P എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഇവിടെ കൂടുതലാവും, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുതലാവും. ഒപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യൂ കൂട്ടാൻ സാധിക്കുകയാണെങ്കിൽ വേർഡ് ഓഫ് മൗത്ത്, ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാരണവും ഈ വേർഡ് ഓഫ് മൗത്ത് ഉണ്ടാവുന്നത്, അതും കൂട്ടാൻ സാധിക്കുകയാണെങ്കിൽ എഗെയിൻ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതും കുറയുന്നതും ഒക്കെ ആക്ച്വലി ഏകദേശം ഈ ഒരു ബാസ് ഡിഫ്യൂഷൻ ഫോർമുല ഉപയോഗിച്ചാണ്. ഇതുപോലുള്ള പലതരത്തിലുള്ള ഫോർമുലകളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് വളരെയധികം ഉപയോഗിക്കുന്ന, പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് കസ്റ്റമേഴ്സിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ ബാസ് ഡിഫ്യൂഷൻ ഫോർമുല പോലുള്ള ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മയിൽ കറക്റ്റായിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആക്ച്വലി ഇതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഗട്ട് ഫീലിങ്ങിൻ്റെ പുറത്തല്ല ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടത്. പലരും ഒരു ഗട്ട് ഫീലിങ്ങിൻ്റെ പുറത്ത് മാത്രമാണ് പ്രൊജക്ഷൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട്, മാർക്കറ്റ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട്, ഇത്തരത്തിലുള്ള ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അടുത്ത 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എത്രമാത്രം മാർക്കറ്റ് പെനട്രേഷനും മാർക്കറ്റ് ആക്സെപ്റ്റൻസും അത് ഉണ്ടാക്കിയെടുക്കും എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം, കൃത്യമായിട്ടുള്ള പ്രൊജക്ഷൻസിന് വേണ്ടിയും കൃത്യമായ കാൽക്കുലേഷൻസിന് വേണ്ടിയും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.